കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ അന്വേഷണ സംഘം ജയിൽ ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കും. അന്വേഷണ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചേരുന്നു. അരുൺ, നേരത്തെ ഒരു 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്തതിന് അപ്പുറത്തേക്കൊരു വിശാലമായ വിശദമായ അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. കാരണം ഗോവിന്ദച്ചാമി പറയുന്ന മൊഴി അങ്ങനെ തന്നെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഒരു അകത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു സഹായഹസ്തം ഈ പറഞ്ഞ ഗോവിന്ദച്ചാമിക്ക് കിട്ടി എന്നൊരു സംശയം ബലപ്പെടുന്നതാണ്. എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ? അവർ ഇപ്പോഴും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ചുമതലയുള്ള കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അല്പസമയം മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ഈ അല്പസമയം മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. നമുക്കറിയാം, ഈ കാര്യങ്ങളിൽ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തത വരേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഈ ജയിൽ ചാടാൻ അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ഒരു രീതിയും അതിലുപയോഗിച്ചിട്ടുള്ള മാർഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഇനിയും ക്ലാരിറ്റി വരേണ്ട കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. അതിൽ പ്രത്യേക ഒരു SIT തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഉള്ള സംഘം എത്തിയത്. മറ്റൊന്ന്, ഇതിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസിനൊപ്പം തന്നെ PDPP ആക്ട് പ്രകാരം ഈ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടി സാധ്യതകൾ പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ കൂടി തെളിവുകൾ ശേഖരിക്കും. അതോടൊപ്പം ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. അതോടൊപ്പം തന്നെ രാത്രി അവിടെ ഉണ്ടായിരുന്ന ഈ പാറാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നിരീക്ഷണ ക്യാമറ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കൂടി. 2 തലങ്ങളിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ജയിൽ വകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ജയിൽ ഉത്തരമേഖല ജയിൽ DIG ഇതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സമാന്തരമായി പോലീസിൻ്റെ അന്വേഷണം കൂടി നടക്കുന്നത്. അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ ഒരു ഈ PDPP ആക്ട് പ്രകാരമുള്ള, അതായത് അതിൽ 8 വർഷം വരെ തടവ് ലഭിക്കാൻ ഉള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടുള്ള കേസെടുക്കാനുള്ള സാധ്യത കൂടി ഇപ്പോഴെന്തായാലും കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊഴിയെടുക്കലും കൂടുതൽ തെളിവ് ശേഖരണത്തിനു വേണ്ടി അന്വേഷണ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. വീഴ്ചകൾ ഏറെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഴ്ചകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്നടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്.